ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിൽ നമ്മുടെ പറമ്പിൽ കുറച്ച് പുളിയൊക്കെ പഴുത്തിരിക്കുകയാണ്. പുളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പുളിയല്ല, അതൊരു പ്രത്യേകതരം പുളിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് പറിക്കാൻ പോകുന്നതാണ്. അത് മരത്തിൽ കുറേ കായ്ച്ചിപ്പുണ്ട്. അപ്പോൾ കുറേയൊക്കെ താഴെ വീണ് കൊഴിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നെന്തായാലും അത് പോയി പറിച്ചെടുക്കണം, ബാക്കിയുള്ളത് കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. വായോ ഇതിൽ നിൽക്കുമോ? അപ്പോൾ ശരി, പോയിട്ട് വരാം. ബായ്. ഉള്ളതൊക്കെ മതി, കുഴപ്പമില്ല. ഈ ഇതെന്തൊരു മെല്ലിലാവട്ടോ കൊണ്ടുപോകണത് ഇതിനെ. ശരിയാണ്, പുളി കളിക്കാൻ പുളി പറിക്കാനല്ലേ, സ്വർണ്ണം മേടിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ പോയിട്ട് വരാം, ബായ്. നമ്മളിന്നൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇതായി ഈ കാണുന്ന ഈ ഒരു വഴി കയറി പോയിട്ട് വേണം മുകളിൽ നിൽക്കുന്ന നമ്മളെ പുളിമരം. പുളി പറയോടേക്കാണ് അത് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങ് പോകണം. ഏകദേശം എന്താ ഇങ്ങനെയാണ് ഗൈസ് ഈ തേര് നിൽക്കുന്നത്. ഇതിങ്ങനെ കയറി വേണം മുകളിലോട്ട് പോകാൻ. ഇങ്ങനെ YX ഒക്കെ പോലെ നിൽക്കുന്ന ഈ ഒരു തേരിക്കാണ് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ പുളിമരം. ഒരാളിൽ കയറേണ്ട, ഒരു അവനാണ് കയറാൻ പോകണം. ഞാനല്ല, നീ തന്നെ കയറി, ഞാൻ വീഡിയോ എടുക്കാം. കയറി ഒതുക്കണം എന്നാലേ. ഇതാണ് നമ്മൾ പറഞ്ഞ പുളി, ഒരു വെറൈറ്റി പുളിയാണ് ആക്ച്വലി. ഇതാണ് കൊടംപുളി എന്ന് പറയുന്ന സാധനം. ഇത് മരത്തിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇതിൽ നിന്ന് വലുതൊക്കെ മരത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് ചേട്ടൻ കയറിയിട്ട് ഇത് കയറണതല്ലേ ടാസ്ക്, ഫുള്ള് മീറൊക്കെ കാണും. ഇത് കയറി ഇനി കുലുക്കി തള്ളിയിട്ടിട്ട് നമുക്ക് ഓരോന്നിട്ട് ഇത് പറക്കിയെടുക്കണം. അയ്യോ, ഫുള്ള് മീറിടാ. ഏതാണ്ടാ മീറൊക്കെ ഉണ്ടെങ്കിൽ ഊതി തള്ളിയിട്ടാൽ മതി. കയറി കുലിക്ക് എൻ്റെ മണ്ടയിലൊന്നും ഇട്ടുകളയല്ലേ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു മരം കയറി. നമ്മൾ കൊച്ചിട്ട് തുടങ്ങിയതല്ലേ. നീ കുലിക്കപ്പോൾ തന്നെ അല്ല, നീ കുലിക്കപ്പോഴല്ല, നീ കയറിയപ്പോൾ തന്നെ ഒരെണ്ണം വന്ന് വീണടാ ഓൾറെഡി. മീറും വീഴും തലയിൽ, മഴ പെയ്യും പോലെ വീഴും. ഓക്കെ, ഒരു മിനിറ്റേ, കുലുക്കിക്കോ. ഞാൻ ഒന്ന് സേഫായിട്ട് ഒരു സ്ഥലത്തോട്ട് മാറിക്കോട്ടില്ലെങ്കിൽ എൻ്റെ തലയിൽ കൂടെ തന്നെ വീഴും. ഗൈസ്, വീണ് തുടങ്ങി കുറച്ച് മാത്രമേ കൈ കൊണ്ട് പറിക്കാക്കൂ. കാരണം എല്ലാം അങ്ങ് ദൂരമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം കുലുക്കി തന്നെ ഓൾമോസ്റ്റ് ഉള്ള തറയിടണം. കുലുക്കാൻ പറ്റണൊക്കെ ഓൾമോസ്റ്റ് കുലുക്കി തറയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ അങ്ങ് കാണാൻ കുറേയൊക്കെ തറയിൽ കിടപ്പുണ്ട്. കുറേയൊക്കെ അങ്ങ് താഴെയും പോയി. 1-2 എൻ്റെ തലയിൽ നീ കുലുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടത്തെ ഇതൊക്കെ എന്താ പറയുക, കുലുക്കി തറയിടാത്തതുകൊണ്ട് ഇവിടെയൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് കുറേ നിൽക്കുകയാണ് ഇനിയും തള്ളിയിടാൻ വേണ്ടിയിട്ട്. തറയിൽ വേണം എന്തായാലും പറക്കിയെടുത്ത് കൊണ്ടുപോകാം അല്ലേ. ഇവിടെ കിടക്കണൊക്കെ ഞാൻ പറക്കിയെടുക്കുക, അപ്പുറത്ത് പോയൊക്കെ നീ പറക്കിയെടുക്ക്. വേഗം പറക്ക്, ഒരു ബാലൻസ് കിട്ടാനല്ലേ. ചരിവില്ലേ, മണ്ണ് ഒലിച്ചു പോയതാണ് നീ മഴയത്ത്. ഞാൻ ഒലിച്ചു പോവോ. അങ്ങനെ മുകളിലുള്ളതൊക്കെ പറക്കി കഴിഞ്ഞ് താഴെ എത്തിയിരിക്കുകയാണ്. മുകളിലുള്ളത് പറക്കിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചെറിയ സഞ്ചി ഇടുന്ന അത് ഏകദേശം ഫുള്ളാവാറായിട്ടുണ്ടിരുന്ന താഴെ നമ്മൾ മരം കുലുക്കിയപ്പോൾ വന്ന് താഴെ കുറേ വീണിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെയാണ് പറക്കിയെടുക്കണം. ഇതോടെ പറക്കിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആവും. പിന്നെ അടുത്ത് അതിൻ്റെ പണി തുടങ്ങാം. അവൻ മുകളിൽ നിന്ന് പറക്കി നിൽക്കുന്നുണ്ട്, എവിടെ എന്തോ കാണാനില്ല. പറക്കി തീർന്നാൽ അത് ഇനി കാടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കണം എന്ന് അറിഞ്ഞൂടെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ചാക്ക് പുളി നമ്മൾ ഏകദേശം ഒരു ചാക്ക് പുളിയും 2 സഞ്ചിയല്ലേ ഇത്രയും പറക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടി ഗൈസ്. ഇവിടെ ആകെപ്പാടെ ഒരു പുളി മരത്തിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടി. അതും ഫുള്ള് നമ്മൾ പറിച്ചിട്ടുമില്ല. 2 പ്രാവശ്യം മുമ്പ് പറക്കി. 2 പ്രാവശ്യം ഓൾറെഡി ഇനിയും എടുത്ത്. പിന്നെ ഇനിയും ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. പിന്നെ ബാക്കി ഇവിടെ നിൽക്കണേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാവും പിന്നെ തെങ്ങും പിന്നെ അതുപോലെ തന്നെ റബ്ബറും ഒക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയോ ഒരു പുളി ഇവിടെ വന്ന് ഗൈസ്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഇത്രയും കിട്ടി. പിന്നെ നമുക്കിനി നേരെ ഇത് വീട്ടിൽ കൊണ്ടുപോകണം. അതാണ് അടുത്ത പരിപാടി. ബാ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിനി താഴോട്ട് തട്ടണം. പിന്നെ ഇതേപോലെ ബക്കറ്റിലിട്ട് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി കഴുകി കീറും. കുരുവെടുത്ത് കളയല്ലേ ഇതിൻ്റെ അകത്തുള്ള. ഇങ്ങനെ കീറി കുരുവെടുത്ത് കളയും. അകത്തുള്ള കീറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇതിനെ കീറി ഉണക്കും, വെയിലത്തിട്ട് ഉണക്കി നല്ല കറുത്ത് ചെറിയ ഇത്ര ആവും. അപ്പോഴത്തേക്ക് മറ്റേ ചുരുങ്ങി ഇങ്ങനെ ഇത്രയാവും. അപ്പോഴത്തേക്ക് പോവാം സാധനം പരിപാടി. അല്ലെങ്കിൽ നമുക്ക് ഉണക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗൈസ്, അടിപൊളിയായിട്ട്. ഇത് ഏകദേശം എത്ര കിലോ വരും ഒരിക്കും? അപ്പം ഉണങ്ങി വരുമ്പോൾ പൂരേ കാണുള്ളൂ, 3-4 കിലോ വരും. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.